ആള് ചില്ലറക്കാരിയല്ലെന്ന് തോന്നുന്നു. അടുത്ത മത്സരാർത്ഥി ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. വെൽക്കം രേണു സുധി. അവളോ വാ തന്നെ നമ്മുടെ പാർട്ടി എത്തിയല്ലോ. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ആണല്ലേ? ഇഷ്ടംപോലെ കേട്ടോ, ഇന്നലെ കൂടി കേട്ടാരും കേട്ടിട്ടില്ല. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ആണല്ലേ? അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിന് ആർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആണ്. എനിക്കിങ്ങനെ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. എന്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട്. ഓ, അത് ഭയങ്കരം തന്നെ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അങ്ങോട്ടല്ലേ ഒരുപാട് ട്രഡീഷണലിസ്റ്റ് എന്റെ പിക്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം പ്രേക്ഷകരായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. ഇത് പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എന്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഇത് സത്യം സത്യം സത്യം. അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. ഇതേ തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്ന പോലെ അല്ല അല്ല അറിയാം അറിയാം അറിയാലേ. അങ്ങനെ ഒന്ന് നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പറ്റും. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക, കറക്റ്റ്. അത്രേ ഉള്ളൂ ലാലേട്ടാ. വന്ന കാര്യം മാന്യമായിട്ട് ചെയ്യുക, പോവുക. I swear I will do that. അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വരുമല്ലേ? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കരയി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിരിക്കി വളരെ സൂക്ഷിച്ചു വേണ്ടിട്ട് എനിക്ക് പണിയൊക്കെ കേട്ടോ. കണ്ടസ്റ്റന്റ് ആണോ? എന്നെ അറിയില്ല. നിന്നെ ആർക്കറിയാൻ? നീ എത്ര ഫേമസ് ഒന്നുമല്ലല്ലോ. ഞാൻ എനിക്ക് കാണുന്നില്ല, അടുത്ത് വന്നാലേ കാണാൻ പറ്റും. എന്നാ അവിടെ തന്നെ നിന്നോ, കാണണ്ട. കക്ഷി അടാറ് സാധനമാണല്ലോ. അല്ല, ആരാത് മനസ്സിലായില്ലല്ലോ. അതെയോ ഒട്ടും കളിക്കരുത് കേട്ടോ. എന്റെ പേര് അനുമോൾ. അനുമോൾ? എന്നെ അറിയില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ടല്ലേ കാണുന്നേ. ഓ അങ്ങനെ. സ്ക്രീനില് വേറെ അനുമോളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ചാൻസ് കിട്ടിയപ്പോഴേക്കും തലപ്പെട്ട് കയറല്ലേ? പോടാ. ഒരു പവിത്രമായ റിലേഷൻഷിപ്പ്. ആദ്യത്തെ കുറെ ദിവസം ചക്കര തേനെന്നുള്ള വിളിയൊക്കെ കാണും. ബിഗ് ബോസ് വീട്ടിലുള്ളവർക്ക് ഇനി വരുന്ന ആഴ്ച ഉറക്കമില്ലാത്ത ആഴ്ചയായിരിക്കും. ഇനി ഈ കുടുംബത്തെ കർത്താവ് രക്ഷിക്കട്ടെ. കാരണം കുറച്ച് പണികൾ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും എന്റെ കാര്യം പോക്കാം. ശംഭോ മഹാദേവ.